നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രഷർ കുക്കർ പോലെയാണ്. 90% ആളുകളും സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു ജീവിതം മുന്നോട്ട് പോകുന്ന രീതി എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്ത് കറക്റ്റ് സമയത്ത് ആ പ്രഷർ റിലീസ് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ഇത് പൊട്ടിത്തെറിക്കും. സോ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മോഡേൺ ലൈഫ് ഒരു പ്രഷർ കുക്കർ പോലെ ആകുന്നത്? ഇത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു? നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മാനസികാവസ്ഥയും ഇത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ ഇത് റിലീസ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. കരിയർ, സക്സസ്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാലും അതിന് മുകളിൽ മറ്റൊരു ലെവൽ ഉണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചിന്ത അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതായിരിക്കും. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രഷറുകളെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഈ പ്രഷർ റിലീസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്തൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയെ മനസ്സിനെ തന്നെ പ്രഷറൈസ് ചെയ്യുന്നു. പക്ഷേ അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ആ പ്രഷർ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി നമ്മുടെ ബോഡിയെയും ശരീരത്തെയും മനസ്സിനെയും എല്ലാം നശിപ്പിക്കുകയാണ്. രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും പ്രഷറും തരുന്ന കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ആൾക്കാരനെയോ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെയൊക്കെ കണ്ടിട്ടായിരുന്നു നമ്മൾ പ്രഷറൈസ്ഡ് ആയിരുന്നെങ്കിൽ, അതായത് അവരങ്ങനെ ചെയ്തു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അവരെയൊന്നും പോയി കണ്ടില്ലെങ്കിലും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പോലും അറിയാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ 1000 ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ കാണും. അവരുടെ ലൈഫ് സ്റ്റൈല്, അവർ ട്രിപ്പിന് പോകുന്നു, ഇന്റർനാഷണൽ ടൂറുകൾക്ക് പോകുന്നു, ലക്ഷദ്വീപിൽ പോകുന്നു, മാൽദീവ്സിൽ പോകുന്നു, അവരുടെ കപ്പിൾ ഫോട്ടോസ്, കപ്പിൾ വീഡിയോസ്, അവർ ഗാഡ്ജറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു, കാർ അപ്ഡേറ്റ് ചെയ്യുന്നു, വലിയ വീട് വെക്കുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ലക്ഷറി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നു. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളും ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫൊക്കെ കണ്ടിട്ട് എനിക്ക് അതുപോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി സ്വയം പ്രഷറൈസ്ഡ് ആവുക. ഈ ഒരു കാര്യത്തിൽ 80% മുകളിൽ ഞാൻ പറയും അത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണെന്നുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ ലോജിക്കലാണ്. പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവര് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മായിക ലോകം കണ്ട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അവർ ലോജിക്കലി ചിന്തിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഇമോഷണൽ ആയിട്ടാണ് അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇവർ ചിന്തിക്കുന്ന ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഭർത്താവിനെ പ്രഷറൈസ് ചെയ്യും. അവരത് വാങ്ങിച്ചു, നമുക്കും അങ്ങനെ വാങ്ങിക്കാം, ഇവർ ഇത് ചെയ്തു, നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ഇയാളുടെ ഒരു ലിമിറ്റിൽ നിന്നായിരിക്കും ഈ കുടുംബം ഉരുട്ടിപ്പരട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വൈഫിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇയാളും അറിയാതെ അത് ചെയ്തു പോകാൻ നിർബന്ധിതനാവാണ്. അങ്ങനെ ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത EMI എടുത്തു വെക്കാം, കടബാധ്യത വരുത്തി വെക്കാം. ഈ വലിയ കടബാധ്യതയുടെ പ്രഷർ മുഴുവൻ ഇയാളുടെ തലയ്ക്കകത്തായിരിക്കും. എങ്ങനെ ഞാൻ ഈ EMI മാനേജ് ചെയ്യും, ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് എങ്ങനെ അടയ്ക്കും, ഈ ലോൺ എങ്ങനെ അടയ്ക്കും, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. ഇത് മനസ്സിൽ ഇരുന്ന് പുറമേക്കൊന്നും കാണില്ല, പെട്ടെന്ന് ആരോഗ്യം ഒരു ദിവസം എക്സ്പ്ലോഡ് ആകുന്നത്. ചിലപ്പോൾ സ്ട്രോക്ക് വരാം, ഹൈ BP ഷൂട്ട് ഔട്ട് ചെയ്യാം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫിൽ കാണുന്നത് ഒരു 60-70% റിയൽ അല്ല. ഇപ്പൊ തന്നെ ഒരു മൊട്ട ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. 21 കാറുകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തും ഫേക്ക് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് പറയാം എനിക്ക് 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയാം. വാടകയ്ക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഫേക്ക് ചെയ്തിട്ടോ എനിക്ക് വേണമെങ്കിൽ ആളുകളെ വിശ്വസിപ്പിക്കാം. സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം റിയൽ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും, അവർ അവിടെ പോകുന്നു, ആ റെസ്റ്റോറൻറ്റിൽ പോകും, ഇതൊക്കെ ചിലപ്പോൾ കൊളാപ്സ് ആയിരിക്കാം. അവർ ചിലപ്പോൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നാവില്ല. നിങ്ങൾ പൈസ കൊടുത്ത്, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ പോയി കാര്യം ചെയ്യുന്നതിന് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബോഡിക്ക് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ബോഡി ഈ ഒരു സർവൈവൽ മോഡിൽ സ്റ്റക്കായി പോകും. എന്താണ് സർവൈവൽ മോഡ്? നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്കോ എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്യുന്നതാണ് നമ്മളെ സർവൈവൽ മോഡിലേക്ക് ഇടുക എന്നുള്ളത്. സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉറക്കം വരുന്നത് മാറ്റി മൈൻഡിനെ അലേർട്ട് ആക്കുക. അപ്പോൾ സ്ലീപ്പ് ക്വാളിറ്റി നല്ല രീതിയിൽ കുറയും, ഡൈജഷൻ വീക്ക് ആക്കുക, അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ടാവും, സ്കിൻ ഏജിങ് ഫാസ്റ്റ് ആവും. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ലോങ് ടൈം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വളരെയധികം ആളുകളാണ് അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത്. ഡൈജഷൻ ഇഷ്യൂ, ഹെയർ ഫോൾ എന്നൊക്കെ പറഞ്ഞ് ഇവർ കയറി ഇറങ്ങും. പക്ഷെ അതിൻ്റെ അണ്ടർ റൂട്ട് കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും. ആ സ്ട്രെസ് മാറ്റാതെ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം തന്നെ 12 to 15% വരെയാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇന്ന് വെറും 5 ലക്ഷം രൂപ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് 10 വർഷം കഴിഞ്ഞ് ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിന് 20 ലക്ഷം രൂപയാവും. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസാസ്റ്ററിൽ നിന്ന്
വെറും ഒരു ഹോസ്പിറ്റൽ ബില്ലിന്റെ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം നമുക്കൊരു ലക്ഷറി ആയിട്ട് ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതൊരു അത്യാവശ്യ ഘടകമാണ്. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ ആരോഗ്യവും സമ്പാദ്യവും സുരക്ഷിതമാക്കാൻ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കുക. പിന്നെ എവിടെ നിന്ന് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റോ ഇൻഷുറൻസിൽ ട്രൈ ചെയ്യാം. ഡിറ്റോ എന്ന് പറയുന്നത് നമ്മുടെ സിറോദ ബാക്ക്ഡ് ആയിട്ടുള്ള IRDA സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് പ്ലാൻ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരിക്കും. അത് നിങ്ങളുടെ ഏജ്, ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, നിങ്ങളുടെ ഹോസ്പിറ്റൽ പ്രിഫറൻസ്, നിങ്ങളുടെ ബഡ്ജറ്റ്, ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും അത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തപ്പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് പാടാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും ഡിറ്റോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ അവർ നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു പോളിസി എടുപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് അൺബയാസ്ഡ് ആയിട്ടുള്ള അഡ്വൈസ് കിട്ടും. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മാത്രമല്ല കൃത്യമായിട്ടുള്ള ക്ലെയിം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മെഡിക്കൽ എമർജൻസിയുടെയൊക്കെ സമയത്ത് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ വളരെ ഈസി ആയിട്ടൊരു ഫ്രീ കോള് ബുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ അഡ്വൈസേഴ്സുമായിട്ട് സംസാരിക്കാം, വിച്ച് മേക്സ് ദ പ്രോസസ് ഈസിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. സോ ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രഷറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രഷർ റിലീസ് ചെയ്യാം എന്നുകൂടി നമുക്ക് നോക്കാം. അതിന് ഏറ്റവും നല്ല ഒന്നാമത്തെ മാർഗ്ഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്തു നോക്കിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കാം ആൻഡ് കൂളാക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണടച്ച് കാം ആൻഡ് കൂളായിട്ട് കിടക്കുക. ശവാസനം എന്ന് പറയും യോഗയിൽ. അതായത് കൈ രണ്ടും രണ്ട് വശങ്ങളിലേക്ക് വെച്ച് കണ്ണടച്ച് സ്ട്രെയിറ്റ് ആയിട്ട്, തലയണ വെക്കാതെ, പില്ലോ വെക്കാതെ കണ്ണടച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. എന്നിട്ട് ഞാനിപ്പോൾ കേൾക്കുന്ന ഒരു റിലാക്സേഷൻ പ്രോഗ്രാം ഉണ്ട്, സാന്ത്വനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഞാനത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ മൊത്തത്തിൽ എൻ്റെ ബോഡി സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അതൊരു 40 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 മിനിറ്റ് വരെ കേട്ടിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. കേൾക്കുന്ന സമയത്ത് കൈയും കാലവും നനക്കാതെ, ശരീരം മൂവ് ചെയ്യാതെ കണ്ണടച്ച് കാം ആൻഡ് സ്റ്റഡി ആയിട്ട് കിടക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ബോഡിയിലെ സ്ട്രെസ് കുറേ റിലീസ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ബോഡി ഭയങ്കര ലൈറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബ്ലഡ് ഫ്ലോ ഒക്കെ ശരീരത്തിൽ കൂടുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ബോഡി ഫുള്ള് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫെദറി ഫീൽ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങളുടെ ബോഡി റിലാക്സ് ആകുന്നതിൻ്റെയും ബോഡിയിലെ സ്ട്രെസ് കുറയുന്നതിൻ്റെയും ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ മാർഗ്ഗമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ജിമ്മാണ്. ജിം എന്ന് പറയുമ്പോൾ തന്നെ 2 രീതിയിലുണ്ട്. എയറോബിക് എക്സസൈസസ് ഉണ്ട്, അനേറോബിക് എക്സസൈസസ് ഉണ്ട്. അപ്പം എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ വാക്കിംഗ്, സൈക്ലിംഗ്, ജോഗിങ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എയറോബിക്കിൽ പെടുത്താം. അനേറോബിക് എന്ന് പറയുന്നത് നമ്മുടെ ജിം വർക്കൗട്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഹൈപ്പർട്രോഫി ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനേറോബിക്കാണ്. സോ നിങ്ങൾ നല്ല സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ദിവസം ഒരിക്കലും പോയി ഈ അനേറോബിക് എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. അതായത് ഇങ്ങനെ ഈ ജിം വർക്കൗട്ട് പോലുള്ള, വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സ്ട്രെസ് റിലീസിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എയറോബിക് എക്സസൈസസ് ആണ്. അതായത് വാക്കിംഗ്, നല്ലതായിട്ട് കൈ വീശി ബ്രിസ്ക് വാക്കിംഗ് ഒരു 30 to 45 മിനിറ്റ്സ് സ്ട്രെസ് റിലീസിന് ബെസ്റ്റാണ്. അതുപോലെ തന്നെ സൈക്ലിംഗ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള എയറോബിക് എക്സസൈസസ് ചെയ്യുക. അത് നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അനേറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആണെങ്കിൽ ആ സ്ട്രെസ്സിനെ കൂട്ടുന്ന ഒരു എക്സസൈസ് ആണ്. കാരണം നമ്മൾ ഈ മസിൽ ബിൽഡിങ്ങിന് വേണ്ടി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും. സോ അതുകൊണ്ടാണ് ഓൾറെഡി സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ വീണ്ടും പോയി അനേറോബിക് വർക്കൗട്ട്സ്, അനേറോബിക് എക്സസൈസസ് ചെയ്യരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസസ് സ്ട്രെസ് റിലീസിന് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസസ് കാണാൻ പറ്റും, അത് ചെയ്യുക. അടുത്ത ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ മോഡേൺ ഗേൾസിനൊന്നും തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അതായത് ഡെയിലി ഷവർ എന്ന് പറയുന്നത്, ഡെയിലി തല നനച്ച് കുളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഡെയിലി തല നനച്ച് കുളിക്കുന്ന മോഡേൺ ഗേൾസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹെയർ ഹെൽത്തിന് മുടി നനയ്ക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം തല നനച്ച് കുളിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പെൺകുട്ടികളിൽ കൂടുതലുള്ളത്. ആൺകുട്ടികളാകെ കുറച്ച് മുടിയുള്ള കാരണം മിക്കവരും ഡെയിലി കുളിക്കുന്ന ആളുകളാണ്. പക്ഷെ ഗേൾസ് ഞാൻ പൊതുവെ അറിഞ്ഞെടുത്തോളം ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം തല നനയ്ക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷേ ഒരു സൈഡിൽ നിങ്ങളുടെ ഹെയർ ഹെൽത്തിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റിൽ നിന്ന് കിട്ടിയാൽ പോലും ഓൺ ദ അതർ സൈഡ് വലിയൊരു ദോഷമാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. കാരണം സ്ട്രെസ് റിലീസിന് ഏറ്റവും നല്ലതാണ് തല നനച്ച് കുളിക്കുക എന്ന് പറയുന്നത്. അത് കോൾഡ് ഷവർ എടുക്കാം, ഹോട്ട് ഷവർ എടുക്കാം, രണ്ടിനും അതിൻ്റെ ആയിട്ടുള്ള പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾ കോൾഡ് ഷവർ എടുക്കുമ്പോൾ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും, ശരീരത്തുള്ള ഇൻഫ്ലമേഷൻ കുറയും, നിങ്ങളുടെ ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യും, ഇൻസ്റ്റന്റ് ആയിട്ട് വലിയൊരു സ്ട്രെസ് റിലീഫും ഫ്രഷ്നെസ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു എനർജിയും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ക്രോണിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ അതുണ്ടാക്കും. ഇത് വളരെ പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല ആക്ടിവിറ്റികളെയും തടയുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഹോട്ട് ഷവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്യും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ പല ഇവന്റ്സും പല കാര്യങ്ങളും കൊണ്ട് നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഹോട്ട് ഷവർ എടുക്കുകയാണെങ്കിൽ
നമ്മുടെ കംപ്ലീറ്റ് മസിൽസ് റിലാക്സ്ഡ് ആവും, ബ്ലഡ് ഫ്ലോ കൂടുതൽ ഈസി ആവും, ആൻസൈറ്റി കുറയ്ക്കും, നന്നായിട്ട് ഇത് ഉറങ്ങാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് രാത്രി ഒരു ഹോട്ട് ഷവർ ഒക്കെ നല്ലതെന്ന് പറയുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യിപ്പിക്കും. നിങ്ങൾ ഒരു ഹോട്ട് ഷവർ എടുത്ത് നോക്കുക, രാത്രി ഒരു ഇളം ചൂട് വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് വന്ന് കിടക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പോൾ ഒരു ഹോട്ട് ഷവർ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എല്ലാം ഓക്കെ ആണ്, ഇപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം ആണ് എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഹോട്ട് ഷവർ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്ന സിഗ്നൽ. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിന്റെ ആക്ടിവിറ്റി ഓരോന്നിട്ട് ഷട്ട് ഡൗൺ ആവും, നമുക്ക് ഓവറോൾ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ പറയുന്നത് എല്ലാ ദിവസവും കുളിക്കുന്ന മുടിക്ക് മോശമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വെള്ളം മുടിയെ ഡാമേജ് ചെയ്യും, അതുകൊണ്ട് ഞാൻ ആഴ്ച ഒരിക്കൽ മാത്രമേ തല നനയ്ക്കാറുള്ളൂ, മുടി കഴുകാറുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഷവർ എന്ന് പറയുന്നത് മുടിയുടെ കാര്യം മാത്രമല്ല, നല്ലൊരു ഷവർ കഴിയുമ്പോൾ നമ്മുടെ എൻ്റയർ നെർവസ് സിസ്റ്റം റിലാക്സ്ഡ് ആവും, നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് പ്രോപ്പർ ആവും. അപ്പോൾ ഈ തല നനയ്ക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയേക്കാവുന്ന മുടിക്കുള്ള ചെറിയൊരു ബെനിഫിറ്റിനെക്കാളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സ്ട്രെസ് പ്രോപ്പറായിട്ട് കൺട്രോൾ ആയിട്ടിരിക്കുക, ബോഡി സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ആകുക എന്നുള്ളത്. കാരണം ഈ സ്ട്രെസ് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിയാനുള്ള വലിയൊരു കാരണമാവും. കണ്ണിൻ്റെ അടി ചുളുങ്ങാനും സ്കിൻ ഏജിങ് കൂടാനും ഒക്കെ വളരെ അധികം കാരണമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് കിട്ടിയേക്കാവുന്ന ചെറിയൊരു ബെനിഫിറ്റിനേക്കാളും വളരെയധികം ആവശ്യമാണ് നിങ്ങളുടെ ബോഡിക്ക് കിട്ടേണ്ട റിലാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഫുൾ ബോഡി ഷവർ എടുക്കുമ്പോൾ തൗസൻഡ്സ് ഓഫ് നെർവ് എൻഡിങ്സ് ആണ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കാം ഡൗൺ ആകാനുള്ള ഒരു സിഗ്നൽ കൊടുക്കും. വാം വാട്ടർ എന്ന് പറയുന്നത് കോർട്ടിസോൾ ലെവൽസ് കുറയ്ക്കും, കോൾഡ് വാട്ടർ ഡോപ്പമിൻ ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഒരു കുളി കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ മൂഡ് ചേഞ്ച് ആവുന്നത്, സ്ട്രെസ് കുറയും, മൈൻഡ് റീസെറ്റ് ആവും. അപ്പോൾ ഷവർ എന്ന് പറയുന്നത് ആയിരങ്ങളോ പതിനായിരങ്ങളോ ഒക്കെ മുടക്കാതെ നമുക്ക് നാച്ചുറലി ലഭിക്കുന്ന ഒരു ആന്റി ഡിപ്രസന്റ് പില്ലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളൊക്കെ നേച്ചർ തന്നെ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. അല്ല, അങ്ങനെ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കണ വല്ല സന്യാസത്തിനൊക്കെ പോകാം. സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും, അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു അരമണിക്കൂർ ടു 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ 30 മിനിറ്റ് നടക്കുക, രാവിലെ ഒന്ന് കുളിക്കാൻ പറ്റുകയാണെങ്കിൽ കുളിക്കുക, വൈകുന്നേരം നിങ്ങളുടെ സ്ട്രെസ്സും വർക്ക് ലോഡും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ഹോട്ട് ഷവർ എടുത്തിട്ട് കിടന്നുറങ്ങുക, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഈ മെഡിറ്റേഷൻ, ഇതൊക്കെ വളരെയധികം നിങ്ങളെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ ബോഡിക്ക് ഡേ ടു ഡേ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള റിലാക്സേഷനും സ്ട്രെസ് റിലീസും ആവശ്യമാണ്. നിങ്ങളത് അറിഞ്ഞു ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി നിങ്ങളെ നിർബന്ധിച്ച് ഒരു ദിവസം അത് ചെയ്യിപ്പിക്കും. അത് പക്ഷേ ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് സ്ട്രെസ്സിനെയും സ്ട്രെസ് റിലീസിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കാതിരിക്കുക, അതും തീർച്ചയായിട്ടും ജീവിതത്തിൽ എടുത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രായമാകുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും കൂടി വരും. അപ്പോൾ വലിയൊരു ഹെൽത്ത് റിസ്ക് ഉണ്ടാകുന്നവരെ കാത്തിരിക്കാതെ ഇപ്പൊ തന്നെ എടുത്തു വെക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു സേഫ്റ്റി നെറ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ സമ്പാദ്യവും ആരോഗ്യവും സംരക്ഷിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ ചൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഡിറ്റോ ഇൻഷുറൻസിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ബുക്ക് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാൻ തിരഞ്ഞെടുക്കാം. സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I am Adil Hussain, signing off.